ഹലോ കൊച്ചിൻ, ഞാൻ അച്ചായൻ കുക്ക് ഇന്ത്യൻസ് ഇന്ന് നമ്മുടെ റോസ്റ്റൗണിലാണ് നിൽക്കുന്നത്, എടപ്പള്ളിയിൽ. അവരുടെ മെനു നോക്കിയപ്പോൾ നല്ല കുറേ മോക്ടെയിൽസ് കണ്ടു. അപ്പം അവരുടെ മിക്സോളജിയിൽ എന്തൊക്കെയാണ് മോക്ടെയിൽസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. മിക്സോളജി സെഷനിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാൻ ഏതെങ്കിലും നല്ല മോക്ടെയിൽസ് എനിക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതെ, നമ്മളിവിടെ മിക്സോളജി അല്ലേ? അതെ സാർ, മിക്സോളജി എന്തായാലും മിക്സോളജി ബാറിൽ എനിക്ക് 2 മോക്ടെയിൽസ് സജസ്റ്റ് ചെയ്യാം. യെസ് സാർ, ഓഫ് കോഴ്സ്. നമുക്കുള്ളത് ഒരു സിഗ്നേച്ചർ ഡ്രിങ്ക് ഉണ്ട്, ഡാർക്ക് ഇന്റലിജൻസ് എന്നാണ് പറയുന്നത്. ഡാർക്ക് ഇന്റലിജൻസ്. യെസ്, പോമഗ്രാനേറ്റ് ബേസ്ഡ് ഡ്രിങ്ക്. ടൊമാറ്റോ ബേസ്ഡ്. പോമഗ്രാനേറ്റ് ബേസ്. ഓക്കെ. അപ്പോൾ അതൊന്നും നമുക്ക് എനിക്കത് അതിൻ്റെ എടുത്തു സിഗ്നേച്ചർ ഫിഷ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാനത് വേണ്ടാന്ന് പറയുന്നത് എങ്ങനെ? ഷുവർ സാർ, ഷുവർ. ഒന്ന് എടുത്തു. കുറച്ച് പഞ്ചൻ ടേസ്റ്റ് ആണ് അല്ലേ? സ്വീറ്റ് ആൻഡ് പഞ്ചൻ. താങ്ക് യു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മെയിൻ കോഴ്സ് ഒക്കെ ടേസ്റ്റ് ചെയ്യണ്ടേ? അപ്പോൾ അതുകൂടെ നമുക്ക് സ്റ്റാർട്ടർ മെയിൻ കോഴ്സ് ഒക്കെ തരുമോ നോക്കാം. അതും നല്ല ഓർഡർ ചെയ്യാം അല്ലേ? Meat trifle. Meat trifle. So Vietnamese clay soup. Vietnamese clear soup. Meat trifle. ഞാനത് കണ്ണു സജസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇതിനകത്ത് സ്റ്റോക്ക്. ഓക്കെ. Shall I pour it? Yeah. കുപ്പാക്ക ഫ്രം കെന്യ. ഇത് ഞാൻ മെനുവിൽ മനസ്സിലാക്കിയത് ചിക്കൻ. It's like a rotisserie. നമുക്ക് ഓവൻ ബേക്ക് ചെയ്തതാണ്. നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് തൈ പീസ് മാത്രമാണ്. തൈ അല്ലെങ്കിൽ ലെഗ്. ഓക്കെ. ആ ഒരു പീസാണ്. തൈ പീസാണ് യൂസ് ചെയ്യുന്നത്. ട്രഡീഷണലി നമ്മൾ ആ ഒരു കുപ്പാക്കയുടെ ഓൺ സൈഡിനായിട്ട് ഇതെന്താണ്? വാട്ട് ഈസ് ദിസ്? റോ ബനാന വെച്ചിട്ടുണ്ടെന്ന് പറയും. ദെൻ സൈഡിൽ നമുക്കൊരു ഇരിയോ എന്ന് പറഞ്ഞൊരു മാച്ച് പൊട്ടറ്റോ വെച്ചിട്ടുള്ളൊരു ഓ. What about this? Is salad? Just a house salad. House and citrus sauce. Oh, great. ഇതാണ് അതിന്റെ കോമ്പിനേഷൻ. Nice. Oh, great. Kalushi. Okay. ചിക്കൻ കബാബ്. ഇത് ഒരു ആക്ച്വലി ഇത് നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ടർ ആയിട്ടും കഴിക്കാം, ഒരു മെയിൻ കോഴ്സ് ആയിട്ടും കഴിക്കാം. അപ്പോൾ ഇതിനകത്തൊന്ന് ഗാർണിഷ് അക്കമ്പനിമെന്റ്സ് മുത്തബൽ ഉണ്ട്, ഗ്രിൽഡ് വെജീസ് വരുന്നത്. ഇതെന്താ? മുത്തബൽ ഗ്രിൽഡ് വെജീസ് ആൻഡ് അവർ സൽസ. ഓക്കെ. നമ്മുടെ ഹോം മെയ്ഡ് സോസ് ആണ്. ദെൻ തദാസ്കി. ഓക്കെ, ഗ്രേറ്റ്. സാറ് കുക്കൊക്കെ കഴിച്ചാൽ പിന്നെ ടർക്കിഷ് ആയിട്ടുണ്ട് കലൂഷി എന്ന് അല്ലേ? അതാ KUKPACC. അടിപൊളിയായിരുന്നു. അതിൻ്റെ മുന്നേ കഴിച്ച നമ്മൾ എന്താ കലൂഷി കഴിച്ചപ്പോഴാണല്ലോ എനിക്കൊരു നമ്മുടെ ഇന്ത്യൻ കബാബ് പോലെ അതിൻ്റെ എല്ലാ ഒരു ടേസ്റ്റ് അല്ല. അത് ആക്ച്വലി അത് ടോട്ടലി ഒരു ടർക്കിഷ് കബാബാണ്. അതിൽ മെയിനായിട്ടും പാപ്രിക്ക, ക്യൂമിൻ, പിന്നെ നമ്മൾ ആ ഗ്രില്ല് ചെയ്യുന്ന ഒരു ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ. സോ അത് വരുന്നത് ആക്ച്വലി കുറച്ച് പഞ്ചും സ്വീറ്റ്നെസ്സും എല്ലാം അതിൽ നമ്മൾ പാപ്രിക്ക ആഡ് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് മറ്റേ എന്താ പറയുക അക്കമ്പനിമെന്റ്സ് ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ ഞാനൊരു കാര്യം മനസ്സിലാക്കി, നിങ്ങൾ
ഐ വാസ് ടോൾഡ് നിങ്ങൾ 22 കൺട്രീസിലെ ഹാൻഡ് അതെ. ആയിട്ടുള്ള ഐറ്റംസ് ആണ് Yes, yes, yes. ഓ വെരി ഗുഡ്. അപ്പോൾ റോസ്റ്റൗണിൽ നമുക്ക് ഒരു എക്സ്ക്ലൂസീവ് രീതി നമ്മളീ പറഞ്ഞ പോലെ ഒരു ഇന്റർനാഷണൽ ക്യൂസിനാണ് നമ്മൾ കൂടെ ടേസ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ ക്യൂസിൻ ഇല്ല. ഇന്ത്യൻ ക്വസ്റ്റൻ ഇല്ല. ഇല്ല. വെരി ഗുഡ്, വെരി നൈസ്. അപ്പോൾ ഷെഫ് ഞാൻ എന്തായാലും ഫുള്ളാണ്. ഓക്കെ. സാധനം കുറച്ച് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു നേരത്തെ ഞാൻ ഡെസേർട്ട് കഴിക്കണോ വേണ്ടതെന്നൊന്ന് ആലോചിക്കുകയായിരുന്നു. ഡെസേർട്ട് ഞാൻ ഇന്ന് കഴിക്കുന്നില്ല. എന്നാൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഡെസേർട്ട് കഴിഞ്ഞ ഷെഫ് തീർച്ചയായും സാറിന് ഞാൻ ചീസ് കേക്ക് സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. ചീസ് കേക്ക്. നമ്മുടെ ഇവിടുത്തെ ചീസ് കേക്ക് ഫാബുലസ് ആണ്. So you can next time try. Okay. Thank you very much for coming and asking and getting an opportunity to, have a good service also. All the best. Okay, sir. Thanks, sir. സ്വീറ്റ് കഴിക്കാനുള്ള സ്ഥലം വയറിലില്ല, അതുകൊണ്ട് അത് ഒഴിവാക്കി. പക്ഷേ അടിപൊളി ഫുഡാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് ഈ സ്റ്റാൻഡേർഡ് ഫൈൻ ഡൈനിങ് കോൺസെപ്റ്റാണ് ഇവിടെ. അപ്പം അതിൻ്റെ എന്താ സ്പേഷ്യസ് ആയിട്ട് സ്ഥലം, ഹൈലി ബ്യൂട്ടിഫുൾ ഡെക്കോർ, ലൈറ്റിംഗ്, കോസി പ്ലേസ്, ബ്യൂട്ടിഫുൾ ആൻഡ് ഫുഡ് വാസ് ഓൾസോ എക്സലന്റ്. അപ്പോൾ മറക്കണ്ട, എവിടെയാണ്? എടപ്പള്ളിയിലാണ് റോസ്റ്റൗൺ. ഇവർക്ക് തൃശ്ശൂർ ഒരു ബ്രാഞ്ച് ഉണ്ടെന്ന് പറയാം. എനിവേ, ഐ ആം ഹാപ്പി വിത്ത് വാട്ട് ഐ ഹാഡ്. താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ്.